ദേശീയ തലത്തിൽ ഇന്ന് മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നടക്കുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി CJP പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചാണ് ഇന്ന് നടക്കുന്നത്. വളരെ സുപ്രധാനമായ നീക്കമാണ്. ഈ മാർച്ചിന് നേരെ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായി എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. വലിയ രീതിയിൽ ജന്തർ മന്ദറിൽ സംഘടിച്ച പ്രവർത്തകർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ മാർച്ചിന് പോലീസിന്റെ അനുമതി നൽകിയിട്ടില്ല എന്ന കാര്യവും ഇന്നലെ തന്നെ ഡൽഹി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നാടകീയ സംഭവങ്ങളാണ് നടക്കുന്നത്. മനു ഭരത്തുണ്ട് നമുക്കൊപ്പം. മനു, എന്താണ് സംഭവിക്കുന്നത് അവിടെ? പോലീസിന്റെ നീക്കം എന്താണ്? സജിത്ത്, ഈ സൻസദ് ചലോ എന്ന പേരിൽ CJP ആഹ്വാനം ചെയ്തിട്ടുള്ള മാർച്ചിന് അതിന് അനുമതിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല, ഈ മാർച്ചിൽ പങ്കെടുക്കരുത്, അതോടൊപ്പം തന്നെ അവിടെ നിരോധനാജ്ഞ നിലവിലുണ്ട് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അവിടെ BNS 163 പ്രകാരം അവിടെ ന്യൂഡൽഹിയും സമീപ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഏതായാലും ഇതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രവർത്തകർ വലിയ തോതിൽ ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയത്. അവിടെ നിന്ന് മാർച്ച് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് അവരെ വിരട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പലയിടങ്ങളിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ വിസമ്മതിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ മാർച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് ഉള്ളത്. നേരത്തെ അവിടെ വലിയ തോതിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പോലീസ് എല്ലാ കേന്ദ്രങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. മാർച്ച് വലിയ തോതിൽ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയാൽ നേരിടാനുള്ള സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് പ്രവർത്തകർ മാർച്ച് ആരംഭിച്ച ഘട്ടത്തിൽ അവർക്ക് നേരെ ഈ ലാത്തി വീശുകയും അവിടെ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും പോലീസ് ചെയ്തത്. നേരത്തെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ട്വിറ്ററിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. പോലീസ് അനുമതിയില്ല എന്ന് പറയുന്ന ഘട്ടത്തിലും മാർച്ച് നടക്കുമെന്നായിരുന്നു അഭിജിത്ത് ദീപ്കെ ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയത്. 9 മണിക്ക് ജന്തർ മന്ദറിൽ എല്ലാവരും എത്തണമെന്ന് അഭിജിത്ത് ദീപ്കെ ആവശ്യപ്പെട്ടിരുന്നു പ്രതിഷേധക്കാരോട്. സമാധാനപൂർവ്വമായിരിക്കും തങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ സമാധാനപൂർവ്വമായിരിക്കും എന്ന് വ്യക്തമാക്കാനായി പ്രതിഷേധത്തിന് എത്തുന്നവർ പൂക്കളോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ചിത്രമോ അംബേദ്കറുടെ ചിത്രമോ ഭരണഘടനയുടെ പകർപ്പോ ഒക്കെയായി വരണം. തീർത്തും സമാധാനപരമായുള്ള ഒരു പ്രതിഷേധമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് വലിയ തോതിൽ യുവാക്കൾ ജന്തർ മന്ദറിലേക്ക് എത്തിയത്. പക്ഷേ മാർച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അത് പോലീസ് മാർച്ച് തടയുകയും പ്രവർത്തകരെ വിരട്ടിയോടിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും പല നേതാക്കളും ഇപ്പോൾ ഈ ആസാദ് സമാജ് പാർട്ടി അങ്ങനെയൊക്കെയുള്ള ചില പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഇതിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതേസമയം ചിരാഗ് പാസ്വാനെ പോലുള്ള NDA നേതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം, ഇത് പ്രതിപക്ഷത്തിന് ഇപ്പോൾ മുഖമില്ല. സോനം വാങ്ചുക്കിനെ പോലുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ 2 വിഷയങ്ങൾ സുപ്രധാനമായി ഉയർന്നു വരും എന്ന് നമുക്കൊക്കെ വ്യക്തമായിരുന്നു. ഒന്നത് നീറ്റാണ്, 2 ഈ അയോധ്യ സംഭാവന കൊള്ള. അതിൽ നീറ്റിൽ ആണ് പ്രധാനമായും ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്നത്. സോനം വാങ്ചുക്ക് ആശുപത്രിയിൽ തുടരുകയാണ്. താൻ നിരാഹാരം അവസാനിപ്പിക്കണമെങ്കിൽ ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്ന് സോനം വാങ്ചുക്ക് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ അതിന് തയ്യാറാണ്. മാത്രവുമല്ല, ആശുപത്രിയിൽ ഇപ്പോൾ തനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാനൊന്നും അനുമതി നൽകുന്നില്ല. തൻ്റെ മൗലികമായ അവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ സോനം വാങ്ചുക്ക് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയും ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഏതായാലും അവിടെ ഡൽഹിയിൽ പല മുൻകരുതലുകൾ നേരത്തെ തന്നെ പോലീസ് നടത്തിയിരുന്നു. ഡൽഹി മെട്രോയുടെ 5 സ്റ്റേഷനുകൾ അടച്ചിട്ടു. രാജീവ് ചൗക്ക്, ജൻപത്ത്, അതുപോലെ പട്ടേൽ ചോക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ത് തുടങ്ങിയ റെയിൽവേ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മെട്രോ റെയിലിൻ്റെ കേന്ദ്രങ്ങൾ അടച്ചിട്ടു. അവിടെയെല്ലാം സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അത് അടച്ചിട്ടത് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഷബാൻ ആസ്മി ഉൾപ്പെടെയുള്ള നിരവധി ചലച്ചിത്ര പ്രവർത്തകരും അതുപോലെ മറ്റ് പാർട്ടി നേതാക്കളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തി ജന്തർ മന്ദറിൽ അവിടെ എത്തി ഈ പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഷബ്ന ആസ്മി നേരത്തെ എത്തി.
അതോടൊപ്പം കൂടുതൽ ആളുകളുടെ പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന അവകാശവാദമാണ് ഇപ്പോൾ അവിടെ നിന്ന് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ നേരത്തെ തന്നെ അഭിജിത് ദീപ്കെ പറഞ്ഞ ഒരു കാര്യം, ഇത് ഈ സമരം അക്രമാസക്തമാക്കാനുള്ള ഒരു ശ്രമം മറ്റ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും, കല്ല് നിറച്ച ഒരു ലോറി അവിടെ കണ്ടെത്തിയെന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ അഭിജിത് ദീപ്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അക്രമാസക്തമാക്കാനുള്ള സാധ്യത BJP പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് സംയമനം പാലിക്കണം എന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പോലീസ് അവരുടെ മാർച്ച് അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആസാദ് സമാജ് പാർട്ടി, അതുപോലെ ചന്ദ്രശേഖര ആസാദ്, TMCയുടെ മഹുവ മൊയ്ത്ര തുടങ്ങിയവരൊക്കെ ഈ പ്രതിഷേധ പ്രകടനത്തിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആസാദ് സമാജ്വാദി പാർട്ടിയുടെ കൻഷിറാം വിഭാഗത്തിൻ്റെ പ്രസിഡന്റാണ് ഈ ചന്ദ്രശേഖർ ആസാദ്. അതുപോലെ TMCയിൽ നിന്നുള്ള MP മഹുവ മൊയ്ത്രയും ഒക്കെ അവിടെ എത്തുന്നു. അതോടൊപ്പമാണ് ഷബാന ആസ്മിയും ഈ പ്രതിഷേധക്കാർക്ക് പിന്തുണ അർപ്പിച്ച് അവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ പ്രതിപക്ഷത്തിന് മുഖം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധക്കാരെ മുന്നിൽ നിർത്തി പോരാട്ടത്തിനിറങ്ങുന്നത് എന്നാണ് ഈ കേന്ദ്രമന്ത്രിയും ലോക് ജൻശക്തി പാർട്ടിയുടെ നേതാവും ആയ ചിരാഗ് പാസ്വാൻ്റെ പ്രതികരണം. എന്നാൽ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നടത്താൻ പ്രധാനമന്ത്രി നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊന്നും തയ്യാറായില്ല. ഈ സമരത്തിലേക്കില്ല എന്ന് കോക്രോച്ച് പാർട്ടി പ്രഖ്യാപിക്കുമ്പോഴും അവർക്ക് നേരെ ഇപ്പോഴൊരു ലാത്തി വീശിയ പ്രവർത്തകരെ ഓടിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത്. അതേസമയം പിരിഞ്ഞു പോകാൻ വിസമ്മതിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ പരമാവധി അന്വയിപ്പിച്ചു വിടാനും അവിടെ പോലീസ് ശ്രമിക്കുന്നുണ്ട്. സജിത്ത്, യെസ്, അതാണ് ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ നാടകീയമായ നീക്കങ്ങളാണ് സംഘടിച്ചെത്തുകയാണ്. CJP പ്രവർത്തകർ അവരുടെ മാർച്ചിന് നേരെയാണ് പോലീസിൻ്റെ നീക്കമുണ്ടാവുന്നത്. അവർ എന്തായാലും തൽക്കാലം പിരിഞ്ഞു പോകുന്നു എന്നാണ്. പക്ഷേ കൂടുതൽ പ്രവർത്തകർ തടിച്ചു കൂടിയേക്കാം എന്നതാണ് അവസ്ഥ. ഒപ്പം പാർലമെൻറ്റിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടായേക്കാം. പ്രതിപക്ഷ കക്ഷികളൊക്കെ അവരുടെ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും നമുക്കവിടെ നിന്ന് പ്രതീക്ഷിക്കാം. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടാകുന്നു. ഇന്ന് ഈ പോലീസിൻ്റെ നീക്കം കൂടി ഉണ്ടായതോടുകൂടി ഒന്നുകൂടി പ്രവർത്തകരുടെ പങ്കാളിത്തം അവിടെ ശക്തിപ്പെടുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരിൻ്റെ പ്രതിരോധം എങ്ങനെയെന്നതും കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.